നമസ്കാരം. KL ബ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല, തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലോങ് ഹോൾ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അത് ഈ വാഹനം ഓടിക്കുന്ന ആളുകൾ അത് പാലിച്ചുകൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ നമുക്ക് ഭയങ്കര ഒരു പാരയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം നമുക്കൊരു കോൾ വന്നു, നമ്മളുടെ മൈൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഓടിക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്കൊരു പരിപാടിയുണ്ട്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഗൾഫിനെ സംബന്ധിച്ചൊക്കെ ഒരുവിധ കമ്പനിയിലൊക്കെ ഓട്ടോമാറ്റിക് വണ്ടികളാണ്. പക്ഷേ നാട്ടിലുള്ളതൊക്കെ മറ്റേ ഗിയർ വണ്ടികളാണ്, മാനുവൽ. പക്ഷെ അങ്ങനെ ഓടിക്കുമ്പോഴും ചില ആൾക്കാർക്കൊരു പരിപാടിയുണ്ട്, ഈ ഭക്ഷണം കഴിക്കുക, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. വണ്ടി ഓടിക്കുന്നത് വിട്ട് പിന്നെ എന്ത് പരിപാടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കൺട്രോൾ പോവും. ചില ആളുകൾ എന്താ ചെയ്യാന്ന്, ചില ആളുകൾക്ക് ഒരു പരിപാടിയുണ്ട്, ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ വിളി മാത്രമല്ല മറ്റുള്ള പല പരിപാടികളിലും ഏർപ്പെടും. ഒരു പേപ്പർ ഡാഷ്ബോർഡിൽ വെച്ചിട്ട് ആ പേപ്പർ മാറിപ്പോയിട്ട് വണ്ടി റണ്ണിങ്ങിൽ തന്നെ പോയി കണ്ട് അത് എടുക്കണ ഒരു പരിപാടി. ഇതൊക്കെ തന്നെ വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കൂടുതലും ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിനെക്കുറിച്ച് യൂറോപ്പിൽ വണ്ടി ഓടിക്കുന്ന കുറേ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർ തന്നെ പലരും പറയാറുണ്ട്, ഈ മഞ്ഞൊക്കെ പെയ്ത് ഭയങ്കര മഞ്ഞ് മൂടിക്കിടക്കുമ്പോഴൊക്കെ വണ്ടി സ്ലിപ്പ് ചെയ്ത് പോകാറുണ്ട്. അതിനാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഓരോ ടെക്നോളജി. നമ്മുടെ വണ്ടിയിൽ ABS എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ABS ഉണ്ട്, എയർ ബ്രേക്കും ഉണ്ട്, രണ്ടാണ്. ഈ രണ്ടിനും പ്രവർത്തനം 2 രൂപത്തിലാണ് നടക്കുന്നത്. പക്ഷേ ABS കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഈ സ്ലിപ്പായി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് അങ്ങനെ സ്ലിപ്പാവാതെ രക്ഷപ്പെടാം. പിന്നെ ഈ കൂടുതലും ഈ മഴ സമയത്തൊക്കെ ഈ ABS ഇട്ടിട്ട് തന്നെ വണ്ടി ഓടിക്കണം എന്നാണ് പറയണത്. ABS ഉണ്ട്, EBS ഉണ്ട്, ഇലക്ട്രോണിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ട്, ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. പിന്നെ ഈ പണ്ടൊക്കെ എല്ലാവർക്കും എയർ ബ്രേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എയർ ബ്രേക്ക് പിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സഡൻലി ബ്രേക്ക് ആകുമ്പോഴാണ് ചില സമയത്ത് ഈ ട്രെയിലർ ഓടിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റൊക്കെ ശരിക്കും L ഷേപ്പിലൊക്കെ വന്ന് വലിയ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ABS വന്നതോടുകൂടി ഒരുവിധപ്പെട്ട പരിപാടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലിപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് വരെ ABSൻ്റെ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് അപകടം ഒരുപാട് കുറയും. ABS ഇട്ട് ഓടിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് ഞാൻ പറയുള്ളൂ. ചില ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഒന്നാമത്തത് ഉണ്ടല്ലോ, നമ്മളൊരു ധാർഷ്ട്യമുണ്ടല്ലോ. ഞാൻ 25 കൊല്ലം 30 കൊല്ലം 50 കൊല്ലം വണ്ടി ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ ട്രാഫിക്കിൻ്റെ നിയമങ്ങളും അതുപോലെ വണ്ടിനെ കുറിച്ചും അറിയാതെ ഒരാളും 50 കൊല്ലം ഓടിച്ചാലും ശരി 25 കൊല്ലം ഓടിച്ചാലും ഇന്നത്തെ സാഹചര്യത്തിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റോട്ടിൽ വണ്ടികളുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ തൃശ്ശൂർ ബസ്സൊക്കെ പോയിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ബസ് പോയി 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കൈ കാണിച്ച് നിർത്തിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. ബസ് നിർത്തണമെങ്കിൽ നമ്മൾ കൈ കാണിക്കണം. പക്ഷെ ഇപ്പോൾ ഇന്ന് അങ്ങനെയാണോ നാട്ടിൽ? ഇന്ന് ബസ്സിന് ഒരെണ്ണത്തിനും കൈ കാണിക്കണ്ട. ബസ് നമ്മളെ മുന്നിൽ എവിടെയാണെങ്കിലും കൊണ്ടുവന്ന് നിർത്തും. എന്ന് വെച്ചാൽ അത്രയും വണ്ടി വാഹനം തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ആദ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് കൈ കാണിച്ചാലേ ബസ് നിർത്തുള്ളൂ, അല്ലെങ്കിൽ ബസ് നിർത്തുന്നില്ല. ഇന്നത്തെ സാഹചര്യം മാറി. ഇന്ന് ജനങ്ങൾ കൂടി, വണ്ടികൾ കൂടി, റോഡിൻ്റെ സ്ഥിതിഗതികൾ മാറി. അപ്പോൾ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, ഡ്രൈവർമാരോട് നമ്മൾ എല്ലാവരും, ഞാനുൾപ്പെടെയുള്ള, നമ്മൾ ഇത്രയും കൊല്ലം നമ്മൾ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആരും ആവാൻ പോണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോയി.
ഇപ്പം എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് റോട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റും. പഴയ ഡ്രൈവർമാർക്ക് ഇപ്പം വലിയ വലിയ റോട്ടിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റും. ഇന്ന് ട്രാഫിക് നിയമങ്ങൾ നമ്മൾ ഗൾഫ് നാടുകളിലും യൂറോപ്യൻ നാടുകളിലും ഓടിക്കുന്ന നിയമപ്രകാരം ആരെങ്കിലും നാട്ടിൽ വണ്ടി ഓടിക്കണ്ട. നാട്ടിൽ ഇത്രയും വലിയ ഹൈവേകൾ പണിത് ഇട്ടിട്ട് ആ ഹൈവേ കൂടി ആ ഹൈവേയുടെ ഇൻ്റർനാഷണൽ ഹൈവേൻ്റെ നിയമം അനുസരിച്ചിട്ട് നാട്ടിൽ വണ്ടി ഓടിക്കുന്ന എത്ര പേരുണ്ടാവും? ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അവർക്ക് തോന്നിയ പോലെയാണ് വണ്ടി ഓടിക്കുന്നത്. അത് ചില നാടുകളുണ്ട്, ആ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നിയമം ഒരിക്കലും തെറ്റിക്കില്ല. നമ്മുടെ നാട്ടിൽ നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വരും പോലീസ് സ്റ്റേഷനിൽ വന്നാൽ പോലീസുകാരൻ്റെ പണി പോകും. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. നമ്മുടെ നാട്ടിൽ എന്ത് നിയമമാണ് കറക്റ്റായിട്ട് പാലിക്കുന്നത് ആളുകൾ. അങ്ങനെയൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതിപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് വെച്ചിട്ട് എല്ലാവരും എൻ്റെ പക്കട്ട് പറഞ്ഞേട്ടാ, ഞാൻ എൻ്റെ കാര്യം പറയുന്നതുള്ളൂ. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ എല്ലാവരും അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഓടിച്ചു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓപ്പോസിറ്റ് വരുന്നവനും നല്ലതാണ്, നേരെ പോകുന്നവനും നല്ലതാണ്. ഡിഫെൻസീവ് ഒഫെൻസീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർക്കൊന്നും അറിയില്ല. പുതിയ ആൾക്കാർക്കും ഞാൻ പറഞ്ഞ ഈ നമ്മുടെ നാട്ടിൽ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഈ ഡിഫെൻസീവ് ഡ്രൈവിങ്ങൊക്കെ ഒന്ന് നന്നായി പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത് ഗുണം ചെയ്യും. ഈ സിമുലേറ്റർ വെച്ചുകൊണ്ട് മാത്രമായില്ല. സിമുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജസ്റ്റ് വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ സാധാരണ റോഡിൽ ഓടിക്കുന്ന പോലെ നമ്മൾ 3 TV ഒക്കെ വെച്ച് കണ്ടിട്ട് റോഡും കാര്യങ്ങളൊക്കെ വെച്ച് സിമുലേറ്റർ ഡ്രൈവിങ് അത് തന്നെ. അല്ലാതെ ഈ നിയമങ്ങളും കൂടി ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അത് പിന്നീട് പുറത്ത് പോകുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യേ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഗൾഫ് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. $50 അടച്ച് കഴിഞ്ഞിട്ട് ട്രേഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് സൗദി അറേബ്യയിലേക്ക് വരാൻ പറ്റുള്ളൂ, ഡ്രൈവർക്ക്. അപ്പോൾ അതുപോലെ ഓരോ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ നമ്മളുടെ ആൾക്കാർക്ക് ജോലി സാധ്യത പുറത്ത് കുറയും. വെറുതെ ലൈസൻസ് എടുത്തുകൊണ്ട് പോരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണത്? നിയമങ്ങൾ അറിയാതെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് പണ്ട് ചെയ്തു വെച്ചതിൻ്റെ ഇത് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് വിവരം വന്നു കഴിഞ്ഞപ്പോൾ അവർ അതിൻ്റേതായ നിയമങ്ങളൊക്കെ ഓരോന്ന് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ പാലിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നിർത്തണം. വീഡിയോ കൂടുതൽ വലിച്ചു തന്നിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് എഴുതിക്കോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്.